ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഞാൻ ഈ ബിസിനസ്സുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അധികം എൻക്വയറീസ് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പല രാജ്യങ്ങളിലായിട്ട് കിടക്കുകയാണല്ലോ. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലും അമേരിക്കയിലും UK ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന 3 ബിസിനസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും മലയാളികൾക്ക് തുടങ്ങാൻ പറ്റുന്ന 3 എളുപ്പത്തിലുള്ള ബിസിനസ്സുകളാണ്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് യാതൊരു സംശയവും വേണ്ട, ഫുഡ് ബിസിനസ് തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻ്റായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്രാൻഡഡ് സ്റ്റോർ ആരംഭിക്കാം. അപ്പോൾ ഈ ബ്രാൻഡഡ് സ്റ്റോർ പ്ലസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന നല്ല കോൺസെപ്റ്റുകൾക്കും വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്, ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറുകൾ തന്നെ അവിടെ വളരെ കുറവാണ്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഞാൻ പോയിട്ടുള്ളപ്പം കേരള സ്റ്റോറുകൾ, കേരള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇന്നും മലയാളികൾ അവിടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോൾ ജർമ്മനിയിലുണ്ട്, മലയാളീസുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് കേരള ഫുഡിനോട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കണമെന്നുള്ള അതിശക്തമായ ആഗ്രഹമുണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഫുഡ് പ്രൊഡക്റ്റുകൾക്കും കേരള റെസ്റ്റോറൻറ്റുകൾക്കുമുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ്. ഇതിൽ രസകരമായ ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സിറ്റീസിലും ഒക്കെ കേരള റെസ്റ്റോറൻറ്റുകൾക്ക് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സിലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറിലും ചിലവഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഫൈനാൻഷ്യലി വയബിൾ ആക്കിയെടുക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫൈനാൻഷ്യലി വയബിൾ ആക്കി എടുക്കാൻ പറ്റും റെസ്റ്റോറൻറ്റുകൾ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞങ്ങളെ കൺസൾട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒന്ന് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ, യോഗ പോലുള്ള കാര്യങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിക്കവാറും വിദേശ രാജ്യങ്ങളിലെല്ലാം ഹെൽത്ത് കെയർ സിസ്റ്റം ഒരല്പം പിറകിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ പോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വലിയ സാധ്യതയുണ്ട്. പണ്ടത്തെ പോലെയല്ല, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് UK പോലുള്ള, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമൊക്കെ മലയാളികളുടെ അതിശക്തമായിട്ടുള്ള പ്രസൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം സ്ലൊവേനിയ പോലൊരു രാജ്യത്ത് പോയപ്പോൾ പോലും ഞാൻ ഒരുപാട് മലയാളി സ്റ്റുഡൻസിനെ എനിക്ക് കാണാൻ പറ്റി. കാരണം അവിടെ ഒരുപാട് കോഴ്സുകൾക്ക്, ഡിപ്ലോമയ്ക്കൊക്കെ വേണ്ടിയിട്ട് മലയാളി സ്റ്റുഡൻസ് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സാധ്യതകൾ ഇങ്ങനെ ഓരോ നിമിഷവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് വലിയ സാധ്യതയുണ്ട്, യോഗയ്ക്ക് വലിയ സാധ്യതയുണ്ട്, ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും അതുപോലെ അത്തരത്തിലുള്ള മരുന്നുകൾക്കും അവിടെ വലിയ സാധ്യതയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് IT റിലേറ്റഡ് സർവീസസ് ആണ്. നമുക്കറിയാം, പലപ്പോഴും ഇന്ത്യയിലേക്കാണ് അവിടെ നിന്നൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോളജ് ഔട്ട്സോഴ്സിംഗ് ആണെങ്കിലും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടക്കമുള്ള, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അടക്കമുള്ള എല്ലാത്തിനും വലിയ സാധ്യതയാണ്. അവിടെ നിങ്ങളൊന്ന് ഒരു മാർക്കറ്റിംഗ് ആമായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ഒരു IT കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് ഹബ്ബായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലുള്ള IT കമ്പനികളുമായി നല്ലൊരു ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കറ്റിംഗ് പേഴ്സണായി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ എൻറ്റിറ്റി തന്നെ കെട്ടിപ്പടുക്കാമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ 3 ബിസിനസ് ഐഡിയകളും തീർച്ചയായിട്ടും കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്ക് പാർട്ട് ടൈമായിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ടോ തന്നെ ട്രൈ ചെയ്യാവുന്ന വലിയ ഓപ്പർച്യൂണിറ്റീസാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.